ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദിമകാലം മുതലേ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ ആണിനോടൊപ്പം തന്നെ ഇണയായി ഏകാന്തതയിൽ ഒരു തുണയായി സ്ത്രീ ഉണ്ടാകണമെന്നതും ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. തന്റെ വാരിയലിൽ നിന്ന് തന്നെ തന്റെ തുണയെ സൃഷ്ടിച്ചു നൽകുവാൻ സൃഷ്ടാവായ ദൈവം തീരുമാനിക്കുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി തന്റെ ശ്വാസമൂതിയ ദൈവത്തിന് ഒരുപക്ഷെ വീണ്ടും മണ്ണിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ ഉണ്ടാക്കുവാൻ കഴിയാഞ്ഞിട്ടല്ല, എന്നാൽ തന്റെ തുണ തന്നിൽ നിന്ന് തന്നെ പുറപ്പെട്ടതാണ് എന്ന തോന്നൽ ഉണ്ടാകുവാൻ വേണ്ടി ആയിരിക്കണം തന്റെ തുണയായിരിക്കുന്ന സ്ത്രീ താൻ തന്നെയാണ്, തന്റെ ഭാഗം തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം നമ്മിൽ ഉടലെടുക്കുവാനാണ്. തന്റെ ചോരയ്ക്ക് ചോരയും മജ്ജയ്ക്ക് മജ്ജയുമാണ്, ഇണ പിരിയാത്ത ഒരു ഉത്തമ ബന്ധമുണ്ടാകുവാൻ ആയിരിക്കണം ദൈവം അവരെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ദൈവം അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവർക്ക് ആദാം എന്നും ഹൗവ എന്നും പേര് നൽകി അവരെ ഏദൻ തോട്ടത്തിലാക്കി. ആദിമ സ്ത്രീയുടെ ഉത്ഭവം മുതൽ അവളെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ദൈവം. ആദിമ പാപത്തിന്റെ ആവിർഭാവവും അവളിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സാത്താൻ തന്റെ കർത്തവ്യ നിർവഹണത്തിനായി ഒരുപക്ഷെ അവളെ തന്റെ ആയുധമായി തിരഞ്ഞെടുത്തതാവാം. മനസ്സിന് ഉറപ്പില്ലാത്തവർ പെട്ടെന്ന് ചാബല്യത്തിന് ഇരയാകാമെന്ന് സാത്താൻ മനസ്സിലാക്കിയതുപോലെ ഹൗവായെ കൗശലപൂർവ്വം തനിക്ക് വേണ്ട വിധം ഉപയോഗിക്കുവാൻ സാത്താന് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. തോട്ടത്തിന്റെ നടുക്കത്തെ വൃക്ഷത്തിന്റെ കനി എന്നതിൽ അവൾ ആകൃഷ്ടയാകുകയും അതിൽ നിന്നും തനിക്ക് കിട്ടാവുന്ന അറിവിനെയും നേട്ടത്തെയും പറ്റിയൊക്കെ അവൾ ചിന്തിക്കുവാനും ഇടയാകുന്നു. ഒരുപക്ഷെ ദൈവത്തെ പോലെ ആകാമെന്ന് അവൾ ചിന്തിക്കുന്നു. സാത്താൻ അവളെ വഴിതെറ്റിക്കുന്നു. തോട്ടത്തിന്റെ വൃക്ഷഫലം അവൾ പറിച്ച് തൻ്റെ പ്രിയനെ മുറിച്ചു കൊടുക്കുകയും ഒപ്പം താൻ കഴിക്കുകയും ചെയ്യുകയാണ്. തന്നോടൊപ്പം തന്നെ തൻ്റെ പ്രിയനെയും അവൾ പാപത്തിൻ്റെ മാർഗത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ തള്ളിയിടുകയാണ്. ആദിമ സ്ത്രീയാൽ ഈ ലോകത്തിൽ പാപത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ നിന്നും ഉള്ളതിനാൽ തൃപ്തിപ്പെടാൻ കഴിയാതെ ഇനി വേണം നേടണമെന്ന ചിന്ത, ആഗ്രഹത്തിനും അപ്പുറം അത്യാഗ്രഹമല്ലേ ഹൗവായെ ഈ മഹാപാതകം ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലും നാം അറിയാതെ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ തന്നെയാണ് നമ്മെയും പല പാപത്തിലേക്കും നയിക്കുവാൻ ഇടയാക്കുന്നത്. ആദിമ സ്ത്രീയുടെയും ആദിമ മാതാവിൻ്റെയും ആദിമ പാപത്തിൻ്റെയും ഒക്കെ സന്തതികളാണ് നമ്മളും. ആ പാപം ഇപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അമ്മയാൽ കഴിക്കപ്പെട്ട പാപത്തിന്റെ തുടർച്ചയായി തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഹാബേലും തന്റെ സഹോദരന്റെ കൊലപാതകിയായി ദൈവസന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന കയ്യീനും അമ്മയിൽ ഉരുവായ അസൂയയുടെയും അത്യാഗ്രഹത്തിന്റെയും കനി കയ്യീനിലൂടെയും ഹാബേലിന്റെയും മരണത്തിലൂടെയും പകർന്ന് നമ്മിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ജാഗരൂകരായി തന്നെത്താൻ പാപത്തിൽ നിന്ന് അകന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ധ്യാനചിന്തയിലൂടെയും ശക്തി പ്രാപിക്കുവാൻ കഴിയണം.